72 ദിവസം അർജുന്റെ കുടുംബം കടന്നുപോയത് സമാനതകളില്ലാത്ത വേദനയിലൂടെയും പ്രതിസന്ധിയിലൂടെയും. പേരിന് പോലും തെരച്ചിൽ നടത്താതിരുന്ന സ്ഥലത്തേക്ക് ഡ്രഡ്ജർ വരെ എത്തിച്ച് ഈ ദിവസം അത്രയും തെരച്ചിൽ തുടരാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചതിന് പിന്നിൽ കുടുംബത്തിന്റെയും ലോറി ഉടമ മനാഫിന്റെയും പോരാട്ടമാണ്. പലരും ഇട്ടേച്ചു പോയി. എനിക്കങ്ങനെ തോന്നിയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു വണ്ടിക്കുള്ളിൽ അവനുണ്ടെന്ന്. അതിപ്പോൾ എന്തായാലും ശരിയായില്ലേ? ജീവനോടെ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിച്ചത്. അതിനെനിക്ക് കഴിഞ്ഞില്ല. അന്ത്യകർമ്മം ചെയ്യാനെങ്കിലും അവനെ കിട്ടണമെന്നുണ്ടായിരുന്നു. വീട്ടുകാരെ വിളിച്ചിട്ടില്ല. അതിനുള്ള ശക്തിയില്ല. TV-യിലൂടെ കാണുന്നുണ്ടാകും. അച്ഛനോടാണ് എനിക്ക് പറയാനുള്ളത്. മകനെ വീട്ടിലെത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇങ്ങനെയെങ്കിലും എത്തിച്ചു. കരഞ്ഞുകൊണ്ട് ലോറി ഉടമ മനാഫ് പറയുമ്പോൾ ആരും ഒന്നുലഞ്ഞു പോകും. സാധാരണ മുതലാളി തൊഴിലാളി ബന്ധത്തിലെ ഔപചാരികത ലവലേശമില്ലാതെ മനാഫ് 70 ദിവസം കാത്തിരുന്നു ഷിരൂരിലെ മണ്ണിടിച്ചിൽ ലോറിക്കൊപ്പം ഒലിച്ചുപോയ അർജുനു വേണ്ടി. ആ മനാഫിനെ സല്യൂട്ട് ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ. സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് കുറിപ്പുകൾ പങ്കുവച്ചത്. 71 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് ലോറിയുടെ ക്യാബിൻ കണ്ടെത്തിയത്. ക്യാബിനിൽ ഉണ്ടായിരുന്ന മൃതദേഹം പുറത്തെടുത്തു. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനും ലോറി ഉടമയും ഈ സമയം ദൗത്യസ്ഥലത്ത് ഉണ്ടായിരുന്നു. കണ്ണീരോടെയാണ് ഇരുവരും ഈ നിമിഷത്തിന് സാക്ഷിയായത്. അർജുന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് താൻ പാലിച്ചെന്ന് മനാഫ് പറഞ്ഞു. അർജുനെയും കൊണ്ടേ ഞാൻ പോകുകയുള്ളൂ. അത് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്. ഒരാൾ ഒരു കാര്യത്തിന് വേണ്ടി ഉറച്ചു നിന്നാൽ അത് സാധിക്കുമെന്നതിൻ്റെ തെളിവാണ് ഇത്. അർജുനെ ഗംഗാവാലിപ്പുഴയിൽ ഉപേക്ഷിച്ചു പോകാൻ ഞങ്ങൾ ഒരുക്കമല്ലായിരുന്നു. അതിനാലാണ് ഇത്രയും നാൾ കഷ്ടപ്പെട്ടത്. അർജുന്റെ അമ്മയ്ക്ക് നൽകിയ ഉറപ്പ് ഞാൻ പാലിച്ചു. ഇനി അവനെ അവിടെ എത്തിക്കും, മനാഫ് പറഞ്ഞു. അർജുൻ ക്യാബിനിൽ ഉണ്ടാകുമെന്ന് കുടുംബത്തോട് പറഞ്ഞിരുന്നു. വണ്ടി തനിക്ക് വേണ്ടെന്നും അർജുന്റെ മൃതദേഹം എടുത്താൽ മതിയെന്നും പറഞ്ഞു. വണ്ടി കിട്ടാൻ വേണ്ടി മാത്രമാണ് തന്റെ ശ്രമം എന്നുവരെ പ്രചരണം ഉണ്ടായി എന്ന് മനാഫ് വൈകാരികമായി പ്രതികരിച്ചു. ജൂലൈ 16-നാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുനെ കർണാടകയിലെ മണ്ണിടിച്ചിലിൽ കാണാതായത്. കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്നതിനാൽ തെരച്ചിൽ പലപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടർന്നപ്പോഴും ഡ്രഡ്ജർ എത്തിച്ചുള്ള തെരച്ചിലിൽ അർജുനെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം. ആ പ്രതീക്ഷയാണ് ഇപ്പോൾ ഏറെ ദുഃഖപൂർണമാണെങ്കിൽ പോലും ഫലം കണ്ടിരിക്കുന്നത്. എന്തായാലും അർജുന്റെ മൃതദേഹം ഇപ്പോൾ DNA പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷം കുടുംബത്തിന് വിട്ടു നൽകുകയും ചെയ്യും. 75% മാത്രമാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ലോറിയിൽ നിന്ന് കണ്ടെടുത്തത്. ഇന്നലെ ഉച്ചയോടെയാണ് അർജുനെയും ലോറിയെയും കണ്ടെടുത്തത്. ഗംഗാവാലിപ്പുഴയിലെ ഒഴുക്ക് കൂടുന്ന സാഹചര്യമായതിനാൽ പലപ്പോഴും ഇടവിട്ട ദിവസങ്ങളിൽ തന്നെയായിരുന്നു തിരച്ചിൽ നടത്തേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം തിരച്ചിലിനായി വേണ്ടി വന്നത്.